അപ്പോൾ ഇപ്പം പറയുന്നതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഈ കണ്ണിൽ നിന്നും വെള്ളം ഇറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, റീസൺ എന്താണെന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? ഓക്കെ. കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ. അതായത് ഒരു മനുഷ്യൻ ജനിച്ച് ഏതാനും ആഴ്ചകൾക്കാകുമ്പോഴത്തേക്ക് കണ്ണുനീര് വരാൻ തുടങ്ങും. തുടക്കത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നീട് ഇങ്ങനെ പതുക്കെ കണ്ണുനീര് വന്നു തുടങ്ങും. ആ ഉണ്ടാകുന്ന കണ്ണുനീര് പല ഗ്രന്ഥികളിൽ നിന്നുണ്ടാവുന്നത്. കണ്ണിൻ്റെ പോളക്ക് അകത്തുള്ള പല ഗ്രന്ഥികൾ, പല ടൈപ്പ് ഗ്രന്ഥികളിൽ, അത് എണ്ണി തീരാതെ അത്രയും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഗ്രന്ഥികൾ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ കണ്ണുനീര് 3 ലെയറായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, ബട്ട് ജസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞു. ഒരു 30 മൈക്രോൺ ആണ് ആകെ തിക്നെസ്. 30 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിൻ്റെ 100 പോലും ഇല്ല. ഓക്കെ, അത്രയും കനത്തിലാണ് ആ ലെയറിൽ. ആ ലെയർ 3 ടൈപ്പ് ലെയറാണ് അതിലുള്ളത്. ഒറ്റ ലെയർ ഇതിൽ കണ്ണുനീര് 3 ലെയറായിട്ടുള്ളത്. 3 ടൈപ്പ് സെല്ലുകളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ കുറേ ഗ്രന്ഥികളുണ്ട്. എനിവേ, ആ ഉണ്ടാകുന്ന ഗ്രന്ഥികളിലെ കണ്ണുനീര് കണ്ണിൻ്റെ ചുറ്റുമുള്ള പ്രതലത്തിൽ, സർഫസിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നു. അത് അതിനേക്കുള്ള ഒരു ജലാംശം നമുക്ക് കിട്ടുന്നു. പിന്നെ ആ ഭാഗത്തുള്ള പല സെല്ലുകൾക്കുള്ള പോഷണങ്ങൾ അതുവഴി ലഭിക്കുന്നു. അങ്ങനെ കുറേ ഫങ്ഷൻസ് അതുണ്ട്. പിന്നെ അവിടെ തന്നെ കാഴ്ചേൻ്റെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനമാണ് എന്ത്, കണ്ണുനീരുണ്ടാവുന്നത്. കണ്ണുനീര് ഡ്രൈ ആയി പോയി കാഴ്ച തന്നെ ഡിമ്മായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. ആ ഉണ്ടാകുന്ന കണ്ണുനീര് കണ്ണിൻ്റെ 2 പോളൻ്റെയും മൂക്കിനോട് ഭാഗത്തുള്ള ആ എൻഡിൽ, നേസൽ എൻഡ് എന്ന് പറയും. നേസൽ എൻഡ്, ടെമ്പറൽ എൻഡ് എന്ന് പറയും. ആ നേസൽ എൻഡിൽ 2 ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളിലൂടെ കണ്ണുനീര് പോകുന്നു. അത് ചെറിയ കനാലിലൂടെ പോയിട്ട് കണ്ണിൻ്റെ ഈ മൂക്കിൻ്റെ ആ ഭാഗത്ത് പീളസഞ്ചിയുണ്ട്. ആ പീളസഞ്ചിയിലേക്ക് പോകുന്നു. അങ്ങനെ അത് മൂക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമ്മൾ കരയുന്ന സമയത്ത്, കൂടുതൽ കണ്ണുനീരുണ്ടാകുന്ന സമയത്ത് മൂക്കിലൂടെ വെള്ളം മൂക്ക് ചീറ്റുന്ന അവസ്ഥ വരുന്നത്, കണ്ണുനീര് കൂടുതൽ വരുന്നത് മൂക്കിലെത്തുന്നുള്ളതാണ്. പിന്നീട് തൊണ്ടയിലെത്തുന്നു. അതുകൊണ്ടാണ് കണ്ണിലൊഴിച്ച മരുന്നിൻ്റെ ടേസ്റ്റ് നമുക്ക് തൊണ്ടയിലെത്തുന്നത്. അപ്പോൾ കണ്ണുനീര് വരിക എന്നുള്ളത് ഒന്നുകിൽ ഈ പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവണം, അല്ലെങ്കിൽ ഈ അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ഔട്ട്ഫ്ലോ ബ്ലോക്ക് ആവണം. ഇങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ കണ്ണുനീരുണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, അപ്പോൾ അവിടെ ഞാൻ ഓരോ പ്രായത്തിലും ഓരോ വ്യത്യാസം പറയാൻ കാരണം ഈ ബേസിക് അനാട്ടമി പറഞ്ഞാൽ അതിൻ്റെ ബാക്കി മനസ്സിലാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക്, സാധാരണ ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും പാരൻസ് കൊണ്ടുവരാറുണ്ട്. ചെറിയ കുട്ടികൾ, മീൻസ് 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ, എപ്പോഴും കുട്ടീൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ പോലെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ പീള കെട്ടലുണ്ടാവുന്നത്. അത് യൂഷ്വലി ഈ നേരത്തെ പറഞ്ഞ ഡ്രൈനേജ് സിസ്റ്റത്തിൽ തന്നെ ബ്ലോക്കാണ്. അത് യൂഷ്വലി ഈ പീളസഞ്ചി കഴിഞ്ഞ് പിന്നെ താഴോട്ട് മൂക്കിലിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുന്ന അവിടെ ചെറിയ വാൾവുണ്ട്. ഇത് തിരിച്ച് മൂക്കിലെ സെക്രേഷൻ കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വാൾവ് ടൈറ്റ് ആകുന്നതുകൊണ്ടാണ് സാധാരണ ഇതിലുണ്ടാവുക. അത്തരം ആൾക്ക് ജസ്റ്റ് ഒരു മസാജിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടികൾക്ക് 95% ക്ലിയർ ആവും. ആ മസാജിങ് ശരിയാവണ്ണം ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും ഈ കുട്ടിക്ക് ഒരു ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രയാസമുള്ള കുട്ടികൾ, പാരൻസ് ഡോക്ടറെ കാണുമ്പോൾ ആ ഡോക്ടർ പറയുന്ന മസാജിങ് കറക്റ്റ് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒരു ഓപ്പറേഷൻ കുട്ടിക്ക് ഒഴിവാക്കി കിട്ടും. ആ സമയത്ത് 1 വയസ്സിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയില്ലേ പിന്നീട് ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെ ചെറിയ കുട്ടികളുണ്ടാകുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിൽ പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള പ്രായത്തിലേക്കാണെങ്കിൽ കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി അലർജി കാരണമാണ് ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം, അലർജി കാരണം പല റിയാക്ഷനും ശരീരത്തിൽ പല സ്ഥലത്തുണ്ടാവും. കണ്ണിൽ അലർജി ഉണ്ടാകുമ്പോൾ അതിൽ ഒന്നാമത്തെ ലക്ഷണം കണ്ണുനീര് വരിക എന്നുള്ളതാണ്. പിന്നെ കണ്ണിൽ ചുവപ്പുണ്ടാവും. പിന്നെ കുട്ടി ഇങ്ങനെ എപ്പോഴും കണ്ണി തിരുമുന്നു. ഈ 3 ലക്ഷണം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് അലർജി ആവാനാണ് സാധ്യത. അത് കണ്ണുനീര് വരുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നീട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച തകരാറിൻ്റെ ഒരു ലക്ഷണം കണ്ണുനീര് വരിക എന്നുള്ളതാണ്. ഓക്കെ, പല ലക്ഷണം ഞാൻ പറഞ്ഞു. തലവേദന, കണ്ണുവേദന, കണ്ണിന്ന് വെള്ളച്ചാട്ടം വരിക, വായിക്കാൻ മടി ഉണ്ടാവുക, കുറേ കഴിയുമ്പോൾ ക്ഷീണിക്കുക, അങ്ങനെ പല ലക്ഷണങ്ങളും അതിലുണ്ടാവും. അതിലൊന്ന് കണ്ണുനീര് വരിക എന്നുള്ളതാണ്. പിന്നെ മുതിർന്ന ആളുകൾക്ക് ഈ പറയുന്ന അലർജി ഈ പ്രായത്തിലുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞവന് മുതിർന്ന ആയാലും അലർജി ഒരു സ്വാഭാവിക പ്രയാസമാണ്. പിന്നെ ശരീരത്തിൽ കണ്ണിൽ വരുന്ന പല അണുബാധേൻ്റെയും ഒരു ലക്ഷണം കണ്ണുനീര് വരിക എന്നുള്ളത്. പിന്നെ ഡ്രൈനെസ്, കണ്ണുനീര് കുറഞ്ഞ ആളുകൾക്കും വാട്ടറിങ് എന്നുള്ളത്, കണ്ണുനീര് കൂടുതൽ വരിക എന്നുള്ളത് പ്രൊഡക്ഷൻ കുറഞ്ഞാലും ഒരു ലക്ഷണമായിട്ട്, സെക്രീഷൻ കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇറിറ്റേറ്റീവ് സെക്രീഷൻ ഉണ്ടാകുന്നത്, അതിലും കണ്ണുനീര് വരിക എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഇങ്ങനെ ഏത് പ്രായത്തിലും ഇതുണ്ടാവാം. അത് ഓരോ പ്രായത്തിലും ആ ലക്ഷണത്തിൻ്റെ കൂട്ടത്തിലുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡയഗ്നോസിസ് മാറ്റം വരുന്നു. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിലും അജഗജാന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുനീര് വരുന്നതിനും ഒരേ മരുന്നല്ല കൊടുക്കുക എന്നർത്ഥം. ഓക്കെ.